കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗൃഹനാഥൻ തന്നെയാണ്. അപ്പോൾ ആ ഗൃഹനാഥൻ്റെ ദിക്ക് മലിനപ്പെട്ട് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഉള്ള മൊത്തത്തിലുള്ള ഉയർച്ചയെ കാര്യമായി അത് ബാധിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഗൃഹനാഥൻ്റെ ദിക്ക് ഏതാണ്, അവിടെ എന്തൊക്കെ ദോഷങ്ങൾ വന്നാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു വീടിൻ്റെ പ്ലാൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു വീടിൻ്റെ ഗ്രിഡ് എന്നുള്ളൊരു നിലയിലേക്കാണ് ഞാനിത് പോകുന്നത്. ഒരു സ്ക്വയർ ടൈപ്പുള്ളൊരു വീടാണ്. അതിനെ നമ്മൾ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. തെക്ക് വന്നിട്ട് പേര്, പ്രശസ്തി, അംഗീകാരം. വടക്ക് തൊഴിൽ, പടിഞ്ഞാറ് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്. വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഏതൊരു വീട്ടിലും ഗൃഹനാഥൻ്റെ ഏരിയയാണ് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം മലിനപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഗൃഹനാഥൻ്റെ ഉയർച്ചയെ അത് ബാധിക്കും. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ നിങ്ങളുടെ വീടിനെ കറക്റ്റ് ഇതുപോലെ 9 തിരിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇവിടെ വീട്ടിനകത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥന് ഒരു ഉയർച്ചയില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറയും. അത് ബന്ധുക്കളിലും അയൽക്കാരിലും എന്നീ പ്രശ്നങ്ങൾ ഈ ടോയ്ലറ്റ് ഉണ്ടാക്കും. അത് ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിയെ തടയും. അതേപോലെ തന്നെ ചെയ്യും ഈ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നാലും. ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പം ഈ ടോയ്ലറ്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഈ ടോയ്ലറ്റിനെ പറ്റി പറയുന്നത്. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു വീടിന് അകത്തോ പുറത്തോ അത് ഗൃഹനാഥനെ ബാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം കിച്ചൺ വന്നു. കിച്ചൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുവിൽ കിച്ചൻ്റെ 3ാമത്തെ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് പറയുന്നുണ്ടെങ്കിലും ഫെങ്ഷുയ് പ്രകാരം അവിടെ കിച്ചൺ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അത് ഗൃഹനാഥൻ്റെ ദിക്കാണ് എന്നതിലുപരി ഈ 9 സ്ഥലങ്ങളിലും ഓരോ എലമെൻ്റ് ഉണ്ട്. വടക്ക് പടിഞ്ഞാറ് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെൻ്റ് ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഫയറാണ്. അപ്പം മെറ്റൽ ഇരിക്കുന്നിടത്ത് നമ്മൾ ഫയർ കൊടുത്താൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും മെറ്റൽ ഉരുകും, മെറ്റൽ നശിക്കും. അപ്പം ഇവിടെ അടുക്കള വരുന്നത് ഗൃഹനാഥന് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ളതോ നിങ്ങളുടെ ബന്ധുക്കളിലുള്ളതോ ആയിട്ടുള്ളൊരു 10 വീട് നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കിക്കോ. ഇവിടത്തെ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഗൃഹനാഥനെ ബാധിക്കുന്ന മറ്റൊരു ദോഷം ഞാൻ പറയാം. ഒരു വീട് വെച്ചിട്ട് അതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം നമ്മൾ ഇതുപോലെ 9 ഗ്രിഡുകളായിട്ട് തിരിക്കുമ്പം അതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം ആ വീട്ടിലില്ല. ഞാൻ ഇന്നലെ മാവേലിക്കര ഒരു വീട് നോക്കിയപ്പോഴത്തേക്ക് ആ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഇല്ല. അതായത് ഈ വീടിൻ്റെ ഗൃഹനാഥൻ്റെ ഏരിയ ഇവിടെ മിസ്സിംഗ് ആണ്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഗൃഹനാഥൻ്റെ ഏരിയ ഇവിടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഗൃഹനാഥൻ വീട്ടിലില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം സമയവും പുറത്തായിരിക്കും. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും, തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. ഇദ്ദേഹത്തിന് ഈ വീട്ടിൽ വന്നു പോയി നിൽക്കാനായിരിക്കും യോഗം. കാരണം ഇദ്ദേഹത്തിൻ്റെ ദിക്ക് ഈ വീട്ടിലില്ല. ഇനി എൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇനി വേറൊരു പ്രോബ്ലം കാണിക്കാം. ഈ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാറാണ് വീടിൻ്റെ പ്രധാന ഡോർ നിൽക്കുന്നത്. അപ്പോൾ ഇവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പോർച്ച് പണിഞ്ഞപ്പോൾ മൊത്തത്തിൽ കെട്ടി അടച്ചെടുത്തതിനെ മാത്രമേ എനർജി കണ്ടെയ്നറായിട്ട് ഫെങ്ഷുയിൽ കൂട്ടാറുള്ളൂ. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പോഴും മിസ്സിങ് തന്നെയാണ്. അപ്പം അതും ഗൃഹനാഥനെ ബാധിക്കും. ഇവിടെ വാഹനം വരാം, പക്ഷേ അത് ഈ വീടുമായി ബന്ധപ്പെടുത്താതെ പുറത്തൊരു പോർച്ച് പണിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഓക്കെ, ഇത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി അടുത്ത 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രധാന ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്റ്റെയർ കേസ്. അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള, കൂടുതലും ഗൃഹനാഥനെയാണ് അത് ബന്ധപ്പെട്ട് വന്നാക്കുന്നത്, ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വീട്ടിൽ ഉണ്ടാക്കും. എന്താ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, വീട്ടിലേക്ക് ഉണ്ടാക്കും. രണ്ടെന്ന് പറയുന്നത് പ്രധാന ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഡൈനിങ് ടേബിൾ.
അത് അനാവശ്യ ചെലവുകൾ വീട്ടിലുണ്ടാക്കും. അത് കഴിഞ്ഞ് പ്രധാന വാതിലിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ വലതുവശത്ത് വരുന്ന ജലാശയങ്ങൾ, അതും ഗൃഹനാഥനെ കാര്യമായ രീതിയിൽ ബാധിക്കും. വീടിൻ്റെ തെക്ക് ഭാഗത്തുണ്ടാകുന്ന ടോയ്ലറ്റുകളും മറ്റും ഗൃഹനാഥൻ്റെ പേര് പ്രശസ്തിക്കൊക്കെ മങ്ങലേക്കും. അങ്ങനെ വീടിൻ്റെ ഓരോ ദിക്കുകളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് നമുക്ക് ഓരോ ദിക്കുകളും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവുകയും തൊഴിൽപരമായും ആരോഗ്യപരമായും മെച്ചപ്പെടാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാനും നല്ല ആൾക്കാർ നമ്മളെ സപ്പോർട്ടിങ്ങിന് വരാനും ഒക്കെ ഫെങ്ഷുയി എന്ന് പറയുന്ന മഹത്തായ കല നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ദിക്കുകളും പരിശോധിച്ച് ഓരോ ദിക്കുകളിലെയും ഫ്ലെയിങ് സ്റ്റാറുകൾ മനസ്സിലാക്കി അവിടെ വേണ്ടുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ലൈഫിലേക്ക് മുന്നോട്ടിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.